വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PR നാഥൻ. ഭഗവാൻ ശ്രീബുദ്ധനെ നേരിൽ കാണുക എന്നത് അവരുടെ ഒരു ചിരകാലാഭിലാഷമായിരുന്നു. അങ്ങനെയിരിക്കെ ബുദ്ധൻ സമീപത്തെവിടെയോ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അവർ ധൃതിയിൽ ബുദ്ധൻ്റെ സമീപത്തെത്തി. വളരെ മനപ്രയാസത്തിലാണ് അവർ വന്നിരിക്കുന്നതെന്ന് ബുദ്ധൻ മനസ്സിലാക്കി. ഏതെങ്കിലും രീതിയിൽ വിഷമം അനുഭവിക്കുന്നവരുടെ മുഖത്താണല്ലോ കനത്ത അസ്വസ്ഥത ഉണ്ടാവുക. ശ്രീബുദ്ധൻ അവരോട് അന്വേഷിച്ചു, എന്താണ് അറിയേണ്ടത്? അവർ വിനയാന്വിതയായി പറഞ്ഞു, 20 മക്കളുടെ മാതാവാണ് ഞാൻ. അവർക്കെല്ലാം പേരക്കുട്ടികളുമുണ്ട്. പശ്ചാത്തലം അവർ ബുദ്ധന് വ്യക്തമാക്കി കൊടുത്തു. അതിനുശേഷം ഇടർന്ന സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പേരക്കുട്ടികളിൽ ഒരാൾ മരിച്ചുപോയി. അതിൻ്റെ വിഷമം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ബുദ്ധൻ എന്താണ് മറുപടി പറയുന്നത് എന്നറിയാനായി ആനന്ദനെ പോലുള്ള ശിഷ്യന്മാർ കാതുകൂർപ്പിച്ചു. ഭഗവാൻ ബുദ്ധൻ ചോദിച്ചു, ശ്രാവസ്തിയിലെ ആകെ ജനസംഖ്യയോളം മക്കൾ നിങ്ങൾക്കുണ്ടായി എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമോ? തീർച്ചയായും സന്തോഷമുണ്ടാകും. ബുദ്ധൻ പറഞ്ഞു, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അവരെല്ലാം സുഖമായി ഇരുന്നാൽ പോലും അമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖമാണ് അവശേഷിക്കുക. അങ്ങനെയാണോ? സംശയം വേണ്ട. എണ്ണം കൂടുന്തോറും ദുഃഖം വർദ്ധിക്കും. എത്രമാത്രം കുറയുന്നുവോ അതാണ് സുഖം, ശാന്തി. ബുദ്ധൻ പറഞ്ഞത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല ശരിയായി വരുന്നത്. അതൊരു ലോകസത്യമാണ്. എന്തും കുറയുമ്പോൾ സുഖം വർദ്ധിക്കുന്നു. 5 വീടുകളുള്ള വ്യക്തിക്ക് 1 വീട് മാത്രമുള്ള വ്യക്തിയുടെ സുഖം കിട്ടുകയില്ല. ധാരാളം വാഹനങ്ങൾ ഉള്ളവന് മനഃശാന്തി കിട്ടുകയില്ല. ധനം വർദ്ധിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ. വർദ്ധിപ്പിച്ചാൽ സുഖം കിട്ടുമെന്ന തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് നാം പലതും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അവർക്ക് സമാധാനം കുറവായിരിക്കും. ഒന്നുമില്ലാത്തവൻ സന്തോഷിക്കുന്നു എന്ന് ബുദ്ധൻ പറഞ്ഞതിൻ്റെ പിറകിൽ ഒരു വലിയ രഹസ്യം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഒന്നുമില്ലാത്തവന് മാത്രമേ ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും കിട്ടുകയുള്ളൂ. ഒന്നുമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നിരത്തുവക്കിൽ കിടക്കുന്നവൻ എന്നല്ല അർത്ഥം. നിരത്തുവക്കിൽ കിടക്കുന്നവൻ്റെ കയ്യിലും എന്തൊക്കെയോ ഉണ്ട്. അതുമില്ലാത്തവനാണെങ്കിൽ അവൻ്റെ മനസ്സിലും എന്തൊക്കെയോ ഭാരങ്ങളുണ്ട്. പണമില്ലാത്തവൻ്റെ ഉള്ളിൽ പണമുണ്ടായാൽ നന്നായിരുന്നു എന്ന ചിന്ത ഉണ്ട്. അതിനാൽ ഒന്നുമില്ലാത്തവൻ എന്ന സ്ഥാനത്ത് എത്തുക എളുപ്പമല്ല. ഒന്നുമില്ലാത്തവൻ്റെ മനസ്സ് വ്യാപ്തി നേടുന്നു. അത് വിശ്വം മുഴുവൻ വ്യാപിക്കുന്നു. നാം എല്ലാം പലതും ഉള്ളവരാണ്. മിഥ്യയായ അഭിമാനങ്ങളെ ചുമന്നുകൊണ്ടാണ് നാം നടക്കുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അത്തരമൊരു അവസ്ഥയിൽ എത്തണമെന്ന ചിന്ത പോലും ഉണ്ടാകരുത്. മോഹങ്ങളും ഒരു ഭാരമാണ്. നഷ്ടബോധവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒന്നുമില്ലാത്തവൻ വ്യാപ്തി നേടുന്നു. ഒരർത്ഥത്തിൽ എല്ലാം നമ്മുടേതാണ്. അതേസമയം ഒന്നും നമ്മുടേതല്ല താനും. ഒരു പക്ഷി ആകാശത്തു കൂടെ പറക്കുമ്പോൾ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഒന്നും തൻ്റേതല്ല, അതേസമയം എല്ലാം തൻ്റേത് ആണ് താനും. പ്രാരാബ്ധങ്ങൾ വർദ്ധിക്കുമ്പോൾ സുഖം കൂടുകയില്ല എന്ന തത്വം ഇന്നത്തെ ദിവസം ഓർക്കുന്നത് നന്നായിരിക്കും. ശ്രോതാക്കൾക്ക് ഒരു സുദിനം നേരട്ടെ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് PR നാഥൻ.